നമസ്കാരം, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. കിച്ചൺ പരിപാടിയിൽ ഞാൻ ഈ ഉച്ച സമയത്ത് നിങ്ങൾക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. പള്ളിയിലൊക്കെ പോയിട്ട് വന്നുള്ള പാചകമാണ്. ഇന്ന് പള്ളിയിൽ പോയില്ലെന്ന് എനിക്ക് വയ്യായിരുന്നു, തീരെ വയ്യ. മോള് പള്ളിയിൽ പോയിട്ട് വന്ന്. അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊല്ലത്തുനിന്ന് എൻ്റെ ബന്ധുക്കൾ 2-3 പേര് വീട്ടിലോട്ട് വരുന്നു, മോളെ കാണാനായിട്ട് വരുന്നു. അപ്പം ഞാൻ അവർക്കൊരു കുഞ്ഞ് സദ്യ, ഒരു സദ്യയല്ല, കുഞ്ഞൊരു കറികളൊക്കെ ഒരുക്കുവാണ്. മോരാക്കി വെച്ച് കണ്ട്, മോര് ഞാൻ ആക്കി എടുക്കുവാണ്. തീയലിന് ഞാൻ വറുത്ത് വെച്ച്, തേങ്ങ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഉള്ള ഭക്ഷണ രീതികളൊക്കെ ഒരുക്കുവാണ്. അപ്പം അയില ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്, വറുക്കാനായിട്ടുള്ള അയില പുരട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ച് വെന്ത് വരുമ്പോൾ കാണാം. പാകപ്പെടുത്തിയിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. മോരാണ്. മോരിന് എനിക്ക് എണ്ണ അധികം എടുക്കാനൊക്കാത്തത് കൊണ്ട് ഞാൻ ആദ്യം പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ വെച്ച് കരിവേപ്പില ഇട്ട് വേവിച്ച്, ഉപ്പും ഇട്ട് വേവിച്ചിട്ടാണ് ഞാൻ തേങ്ങ ഒഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ മോരൊഴിക്കുക. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ലാസ്റ്റേ കടുക് വറുത്ത് ഒഴിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അതാ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ നമ്മൾ മോര് കറി വെക്കുന്നതാണ്. മോര് ഒരുപാട് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് എല്ലാം പാകപ്പെടുത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അടുത്തത് വെക്കുന്നത് കാബേജ് മെഴുക്കുവരട്ടിയാണ്. ഇത്രയും ഉണ്ട് കറി. അപ്പം കാബേജ് മെഴുക്കുവരട്ടി കണ്ട, മോര് ഞാൻ കാച്ചി വെച്ച്, കണ്ടോ, മോര് കാച്ചി വെച്ച്, തീയൽ, മോര്, കാബേജ് തോരൻ, കാബേജ് മെഴുക്കുവരട്ടി, പിന്നെ ഉണ്ട് പാവയ്ക്ക കൊണ്ടാട്ടം. പാവയ്ക്ക ഇത്ര ഉള്ളായിരുന്നു, അപ്പം ഞാൻ പാവയ്ക്ക കൊണ്ടാട്ടം. പിന്നെ ഞാൻ മീൻ വറുത്ത് വെച്ചു. ഉണ്ട് അയിലയും 2 മത്തി ഉണ്ടായിരുന്നു, അങ്ങനെ വറുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഊണിന് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നലത്തെ മീൻകറി ഉണ്ട്. എൻ്റെ മീൻകറി പച്ചത്തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കറികൾ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുക കേട്ടോ. എല്ലാവരും ക്രിസ്മസിന് 25-ാം തീയതി ക്രിസ്മസിന് ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങളുടെ കൂടെ പങ്കുചേരണം. അപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തരണം. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ മൊബൈലിൻ്റെ പലവിധമായ പരിമിതികളുണ്ട്. കാരണം ഞങ്ങൾക്ക് മൈക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കൂടുതൽ. അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ടാറ്റ. പിന്നെ എൻ്റെ മോളെ, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ടാറ്റ കേട്ടോ, ഒരിക്കൽ കൂടി.